നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഭയപ്പെടുത്തി, പ്രത്യേകിച്ചും ഗുണ്ടായിസം കാണിച്ച് ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതി നടപടികളെയും വിരട്ടി മൂലക്കിരുത്താം എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള താക്കീതാണ് ഇപ്പോൾ ജസ്റ്റിസ് BR ഗവായി അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് നടപ്പിലാക്കുന്നത്. സുപ്രീം കോടതിയുടെ പരമാധികാരം എന്താണെന്ന് ഈ രാജ്യം കാണേണ്ടതായി ഉണ്ട്. കാരണം ഭരണഘടനയുടെ കസ്റ്റോഡിയൻ അഥവാ സംരക്ഷകൻ എന്ന രീതിയിൽ തന്നെ BR ഗവായിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെ നിന്നും ചീഫ് ജസ്റ്റിസിനെ കാലാവധിക്ക് മുമ്പ് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇംപീച്ച്മെൻറ്റ് നടപടിക്ക് വിധേയമായാലേ പറ്റുകയുള്ളൂ. BJPക്ക് അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഈ രാജ്യത്തില്ല. നോക്കൂ, കേവല ഭൂരിപക്ഷം പോലും BJPക്ക് ഒറ്റയ്ക്കില്ലാത്ത ഈ ലോക്സഭയിൽ BJP ഏതൊക്കെ രീതിയിലാണ് പിൻവാതിൽ വഴി നിയമനം നടത്താൻ ശ്രമിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മറികടന്നുകൊണ്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേകമായ അധികാര പദവി കൊടുക്കുന്ന രീതിയിൽ ഭരണഘടനയിൽ അമെൻമെൻറ്റ് കൊണ്ടുവരാൻ, ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 2014 2019 അല്ല എന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. 2024 അത്തരത്തിൽ ഒരു സൂത്രം പ്രയോഗിച്ചത്. രാജീവ് കുമാർ അഴിമതിക്കാരനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സർവ്വ തെളിവുകളും രാഹുൽ ഗാന്ധി നിരത്തിയതിനു ശേഷം ജ്ഞാനേഷ് കുമാറിനെ ഒരിക്കലും നിയമിക്കരുത് എന്ന് പറഞ്ഞ് ആ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയപ്പോഴാണ് പാതിരാ നാടകം എന്ന രീതിയിൽ അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ജ്ഞാനേഷിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചത്. എന്നാൽ ബീഹാറിൽ ജ്ഞാനേഷ് അതിനുള്ള പ്രത്യുപകാരം ചെയ്തുകൊണ്ട് വലിയ തിരിമറി തുടക്കം മുതൽ തന്നെ കാണിച്ചു. രാജീവ് കുമാർ വോട്ടർ പട്ടികയിലെ തിരിമറിയുടെ പേരിലല്ല എല്ലാവരും അദ്ദേഹത്തിനെ ഉറ്റുനോക്കിയത്, മറിച്ച് കൃത്യമായും പോൾ ചെയ്ത വോട്ടുകളിൽ വലിയ കൃത്രിമത്വം ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. മഹാരാഷ്ട്രയിൽ നടന്നത് വലിയ തോതിലുള്ള കള്ളക്കളിയായിരുന്നു. 5 കൊല്ലം കൊണ്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടായ ക്രമക്കേട് മാത്രമായിരുന്നില്ല അവിടെ സംഭവിച്ചത്. അവിടുത്തെ മുഖ്യമന്ത്രിയായ ഫട്നാവിസിൻ്റെ വരെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കേണ്ടതിൻ്റെ സാഹചര്യങ്ങളെപ്പറ്റി സുപ്രീം കോടതിയോട് അഭിഭാഷകൻ മുഖേന രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ച വാക്യങ്ങൾ ഇപ്പോഴും ഈ രാജ്യത്ത് മുഴങ്ങി കേൾക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ രാഷ്ട്രപതിയെ കൊണ്ട് പരമാവധി പിൻവാതിൽ വഴിയുള്ള ഓർഡിനൻസുകൾ നടപ്പിലാക്കി ഈ രാജ്യത്ത് നിയമഭേദഗതികൾ കൊണ്ടുവന്ന് ഭരണഘടനയുടെ അസ്തിത്വത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെയാണ് ചീഫ് ജസ്റ്റിസ് സധൈര്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർ സ്വാഭാവികമായി ചെരുപ്പേറും അതുപോലുള്ള മറ്റ് കുൽസിത പരിപാടികളുമായി എത്തും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യാൻ തനിക്കറിയാം എന്ന് ഉറപ്പിക്കുകയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഇത്തവണത്തെ പ്രസ്താവനയിലൂടെ.